ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ കാണുന്നതൊക്കെ ഒരു വെർച്വൽ ലോകമാണ് അല്ലേ? പക്ഷേ ഈ ഡിജിറ്റൽ മാജിക്കിന് പിന്നില് നമ്മളറിയാത്ത ഭൗതികവും പാരിസ്ഥിതികവുമായ ഒരു വലിയ വിലയുണ്ട്. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിതല്ലേ? നമ്മളെല്ലാവരും ദിവസവും ചെയ്യുന്നുവെന്ന്. ഇപ്പോ AI സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായി മാറി. ഒരു ചോദ്യം ചോദിക്കുന്നു, തന്നെ ഉത്തരം നമ്മുടെ സ്ക്രീനിൽ വരുന്നു. ഒരു ഭാരവുമില്ലാത്ത അദൃശ്യമായൊരു ടെക്നോളജി. ഇങ്ങനെയാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും AI കാണുന്നത്. പക്ഷേ യാഥാർത്ഥ്യം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. അതെ, ഇതാണ് നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം. നമ്മുടെ ഈ ഒരു തോന്നലും അതിന്റെ യഥാർത്ഥ വിലയും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അത് നിങ്ങളെ ഞെട്ടിക്കും. വരൂ, നമുക്ക് ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചേലാം. അപ്പോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ AI ഡേറ്റാ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഭീമമായ ഊർജത്തെയും വെള്ളത്തിന്റെ ഉപയോഗത്തെയും കുറിച്ചാണ്. ഇതൊന്ന് നോക്കിക്കേ. ഗൂഗിൾ മാത്രം ഒരു വർഷം ഉപയോഗിക്കുന്നത് 25 ടെറാവാട്ട് അവർ വൈദ്യുതിയാണ്. സങ്കൽപ്പിക്കാൻ പറ്റുന്നുണ്ടോ? തൊട്ടുപിറകെ മൈക്രോസോഫ്റ്റും മെറ്റയുമൊക്കെയുണ്ട്. ശരിക്കും പറഞ്ഞാ ഈ സംഖ്യകൾ എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. 23 ലക്ഷം വീടുകൾക്ക് ഒരു വർഷം മുഴുവൻ വൈദ്യുതി കൊടുക്കാൻ മാത്രം പവർ. അതെ, അത്രയും വലിയ ഊർജമാണ് ഈ AI വിപ്ലവത്തിന് ശക്തി പകരുന്നത്. അപ്പോ അതിന്റെ ഒരു വ്യാപ്തി ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ഈ ഊർജ്ജ ഉപയോഗം മാത്രമല്ല പ്രശ്നം, അതിന്റെ പാരിസ്ഥിതിക ആഘാതം കൂടിയാണ്. GPT-3 പോലെയുള്ള വലിയൊരു മോഡലിനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുമ്പോൾ പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് ഭയങ്കരമാണ്. ഇനി നമുക്ക് AI അടങ്ങാത്ത ദാഹത്തെക്കുറിച്ച് സംസാരിക്കാം. വെള്ളം. 2023 അമേരിക്കയിലെ AI ഡാറ്റാ സെന്ററുകൾ മാത്രം കുടിച്ചത് 17,000 കോടി ഗാലൻ വെള്ളമാണ്. ഇനി കേൾക്കാൻ പോകുന്നത് അതിലും ഞെട്ടിക്കുന്ന കാര്യമാണ്. വെറും 5 വർഷം കൊണ്ട് ഇതിന്റെ ഉപയോഗം 4 ഇരട്ടിയായി വർദ്ധിക്കും. ഇത് ശരിക്കും വരാനിരിക്കുന്ന ഒരു വലിയ ജലപ്രതിസന്ധിയുടെ സൂചനയാണ് തരുന്നത്. ഓക്കെ, അപ്പോ ഊർജത്തിന്റെയും വെള്ളത്തിന്റെയും കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഭൗതിക ഹാർഡ്വെയറിലേക്ക് വരാം. ഇവിടെ AI ഒരു ആഗോള വിതരണ ശൃംഖലയെ തന്നെ തലകീഴായി മറിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ കേന്ദ്രബിന്ദു DRAM ചിപ്പുകളാണ്. അതായത് നമ്മുടെ ഫോൺ മുതൽ ലാപ്ടോപ്പ് വരെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഒരുതരം ഹൃദയമാണ് ഈ ഷോർട്ട് ടേം മെമ്മറി. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 70%, അതായത് ലോകത്തുണ്ടാക്കുന്ന മൊത്തം DRAMന്റെ 70%വും AI കൊണ്ടുപോകും. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കും ഫോണുകൾക്കും എന്തു കിട്ടും? AI ഈ ഒരു കടന്നുകയറ്റം നമ്മുടെ പോക്കറ്റിനെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇലക്ട്രോണിക് ഘടകങ്ങളുടെ വില കുത്തനെ കൂടാൻ ഇതൊരു പ്രധാന കാരണമായി. അതെ, ഈ ഒരു പ്രതിഭാസത്തിന് ഒരു പേര് തന്നെയുണ്ട്: റാംഗെഡ്ഡൻ. കേട്ടിട്ട് രസമില്ലേ? പക്ഷെ സംഭവം അത്ര രസമുള്ളതല്ല. ഈ ആഗോള പ്രശ്നം നമ്മൾ ഓരോരുത്തരെയും നേരിട്ട് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്നാണ് ഇത് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ദീർഘകാല പ്രത്യാഘാതങ്ങളിലേക്ക് നോക്കാം. അതായത് വർദ്ധിച്ചുവരുന്ന വേസ്റ്റ് പ്രശ്നവും ലോകരാജ്യങ്ങൾക്കിടയിൽ സാങ്കേതികവിദ്യയുടെ ലഭ്യതയിലുള്ള ഭീമമായ അന്തരവും. AI ഇൻഡസ്ട്രിക്ക് എപ്പോഴും പുതിയതും കൂടുതൽ ശക്തവുമായ ഹാർഡ്വെയർ വേണം. ഇതിന്റെ ഫലമായി ഉപയോഗം കഴിഞ്ഞ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു മല തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലും ഭയാനകമായൊരു സത്യമെന്താണെന്നറിയോ? ഈ ഇലക്ട്രോണിക് മാലിന്യത്തിന്റെ 80% കൂടുതലും ഭൂമിയിൽ വിഷം നിറച്ച് വെറുതെ അടിഞ്ഞുകൂടുകയാണ്. AIക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലോകത്ത് എല്ലായിടത്തും ഒരുപോലെയല്ല. കമ്പ്യൂട്ടിംഗ് ശക്തി മുഴുവൻ ഏതാനും സമ്പന്ന രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇത് ടെക്നോളജിയിൽ ഉള്ളവനും ഇല്ലാത്തവരും എന്നൊരു പുതിയതരം അസമത്വമുണ്ടാക്കുകയാണ്. ഈ അസമത്വത്തിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. കാരണം ഇത് സ്വതന്ത്രമായ ഗവേഷണങ്ങളെ തളർത്തുന്നു, AIയുടെ ശക്തി മുഴുവൻ കുറച്ച് വലിയ കമ്പനികളുടെ കൈകളിൽ ഒതുക്കുന്നു. ശരി, നമുക്ക് ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ ചെലവുകളെല്ലാം നമ്മളിൽ നിന്ന് മറച്ചുവെക്കപ്പെടുന്നത്? ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇവിടെയാണ് ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് വരുന്നത്. AIയുടെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് വെറുമൊരു ആരോപണം മാത്രമല്ല. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ പൊതുവായ നിയമങ്ങളെ എങ്ങനെയാണ് നേരിട്ട് സ്വാധീനിച്ചതെന്നതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇതിനൊരു പരിഹാരമുണ്ട്. ഗ്രീൻ AI തത്വങ്ങൾ മുതൽ പുതിയ നിയമങ്ങൾ വരെ നമുക്ക് മുന്നിലുണ്ട്.
സുതാര്യത ഉറപ്പാക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായും ഒരു സുസ്ഥിരമായ പാത തിരഞ്ഞെടുക്കാൻ സാധിക്കും. നോക്കൂ, AI-യുടെ മുന്നേറ്റം നമുക്ക് തടയാനാവില്ല, അത് മുന്നോട്ട് തന്നെ പോകും. എന്നാൽ ആ യാത്രയുടെ വില എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പുരോഗതിയുടെ പേരിൽ നമ്മുടെ ഭൂമിയെയും ഭാവിയെയും ഇങ്ങനെ പണയപ്പെടുത്തുന്നത് ശരിയാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?